ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ബ്രെഡ് ഓംലെറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ബൗളിലേക്ക് ഒരു സവോള ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു സവോളയാണ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഒരു തക്കാളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഒരു പച്ചമുളകും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്, അത് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണിൽ താഴെ കുരുമുളക് പൊടിയും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 3 മുട്ടയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ട നമുക്ക് ഇതിലേക്കൊന്ന് ഉടച്ചൊഴിക്കാം. അപ്പോൾ 3 മുട്ടയല്ല 4 മുട്ട എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 3 മുട്ടയെ എടുക്കുന്നുള്ളൂ. മുട്ട നമ്മൾ ബൗളിലേക്ക് ഉടച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടി നമ്മൾ ആദ്യമേ സവോളയിലൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ഇതിലേക്ക് ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സവോളയും തക്കാളിയും ഒക്കെ ആദ്യമേ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയും കൂടി ഒന്ന് ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ ഒന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടറും കൂടി ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്നതിൽ ഒരു ബ്രെഡ് നമ്മുടെ ഈ മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് മുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ചൂടായിരിക്കുന്ന പാനിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുടെ മിക്സിൽ കുറച്ച് ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സവോളയും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റവ് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇനി ഒരു സൈഡ് ഒന്ന് കുക്കായി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ സൈഡിൽ നമ്മൾ അതേപോലെ തന്നെ ആദ്യമേ ചെയ്തതുപോലെ മുട്ടയുടെ മിക്സിൽ കുറച്ച് ഇതിന് മുകളിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ മിക്സൊക്കെ ബ്രെഡിന് മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സൈഡ് കുക്കായി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ വീണ്ടും ഇതൊന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ചട്ടുകം വെച്ചിട്ട് ആ ബ്രെഡിൻ്റെ മുകളിൽ നമ്മളൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി സ്റ്റവ് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇത് ഈ സൈഡ് കുക്കായി വന്നു കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മൾ ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 1-2 തവണ തിരിച്ച് മറിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതും ഒന്ന് റെഡിയാക്കി എടുക്കാം. പാനിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് സ്റ്റവ് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ബ്രെഡ് പീസ് എടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് മുക്കുക. അപ്പോൾ 2 സൈഡ് നമ്മൾ മുട്ടയുടെ മിക്സിൽ മുക്കുക. അതിനുശേഷം അത് പാനിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മുടെ മുട്ടയുടെ മിക്സിൽ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സവോളയും തക്കാളിയും എല്ലാം നന്നായിട്ട് തന്നെ അതിന് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു സൈഡ് ഒന്ന് കുക്കായി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ മറ്റേ സൈഡിലേക്കും ഇതുപോലെ മുട്ടയുടെ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 സൈഡ് നമ്മൾ തിരിച്ച് മറിച്ച് വിട്ട് കുക്ക് ചെയ്തെടുക്കുക. സ്റ്റവ് നമ്മൾ തുടക്കത്തിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതിനുശേഷം ഫ്ലെയിം കൂട്ടി കൊടുക്കുക. ഏറ്റവും കൂട്ടരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. അങ്ങനെ ഇത് നമ്മൾ തിരിച്ച് മറിച്ച് വിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതും ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് തയ്യാറാക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്